നമ്മൾ അല്പസമയം മുൻപാണ് ജനവാസ മേഖലയിൽ വണ്ടിപ്പെരിയാറിൽ ഭീതി പരത്തിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടിയെന്ന വാർത്ത പറഞ്ഞത്. ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു പറഞ്ഞു. പക്ഷെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ കടുവ ചത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ജെയിൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ അത് പറഞ്ഞിരുന്നു. ഇത് സർവൈവ് ചെയ്യാൻ കഴിയുമോ? ഈ മയക്കുവെടിയൊക്കെ വെച്ച് അതിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്, അതിനെ തേക്കടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ കടുവയ്ക്ക് അതിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ജെയിൻ നേരത്തെ തന്നെ സംശയം പറഞ്ഞിരുന്നു. ഏതായാലും ഈ ജനവാസ മേഖലയിൽ നിന്ന് ഇതിനെ മയക്കുവെടി വെച്ച് കൊണ്ടുപോയി അവിടെ ചെന്നതിനിടയിലാണ് ഈ കടുവ ഇപ്പോൾ ചത്തിരിക്കുന്നത്. 3 തവണ മയക്കുവെടി വെച്ചു എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. കടുവ ആദ്യം തന്നെ അവശ നിലയിലായിരുന്നപ്പോൾ ഈ മയക്കുവെടി ഏൽക്കാനുള്ള ഒരു ശാരീരികാവസ്ഥയിലാണോ എന്ന സംശയമുണ്ട്. കാലിന് പരിക്കേറ്റിരുന്നുവെന്നും സൂചനകളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ DFIയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അവശ നിലയിലായിരുന്നു, ആരോഗ്യാവസ്ഥ മോശമായിരുന്നു എന്നറിയാം. അപ്പോൾ 3 തവണയൊക്കെ മയക്കുവെടി ഏൽക്കാനുള്ള ഒരു ആരോഗ്യാവസ്ഥ ഉണ്ടോ എന്നറിയില്ല. ജെയിൻ പറയൂ. അതാണ് ഏറ്റവും പുതിയ വിവരം. ഈ ദൗത്യം നടക്കുന്നതിനിടയിൽ കടുവ ആക്രമിച്ചിരുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഈ കടുവയ്ക്ക് നേരെ വെടിവെച്ചു എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. എന്തായാലും വെടിവെച്ചാണ് കടുവ ചത്തിരിക്കുന്നത്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ദൗത്യം ഈ കടുവയുടെ അടുത്തേക്ക് എത്തി മയക്കുവെടി വെച്ചതിന് പിന്നാലെ ഈ കടുവ ഇവർക്ക് നേരെ ചാടി വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നതാണ്. ദൃശ്യങ്ങളിൽ ഈ ദൗത്യം ഞാൻ ജെയിൻ പറയുന്നത് കൃത്യമായി കേൾക്കുന്നില്ല. ഞാനൊന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞത് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി എന്നാണ്. പക്ഷെ ഇപ്പോൾ ജെയിൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെ ഈ കടുവ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വെടിയുതിർത്തു എന്നാണോ സ്വയം രക്ഷാർത്ഥം? അതായത് ആദ്യം മയക്കുവെടി വെച്ചു. ആ മയക്കുവെടി വെച്ച് കടുവ മയങ്ങി എത്തി സമീപത്തേക്ക് ചെന്നപ്പോൾ ഈ കടുവ ആക്രമിക്കുന്നു. ജെയിൻ പറയുന്നത് കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ നമുക്കിപ്പം അറിയുന്ന വിവരം അനുസരിച്ച് ഈ ഗ്രാമ്പി മേഖലയിൽ ഭീതി പരത്തിയ കടുവ ചത്തു എന്നുള്ളതാണ്. കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾക്കിടെ ഈ ആദ്യം ഒരു തവണ മയക്കുവെടി വെച്ചു. അത് കഴിഞ്ഞ് മയങ്ങി എന്ന് വിചാരിച്ച് കടുവയ്ക്ക് സമീപത്തേക്ക് ഈ വനംവകുപ്പിലെ ജീവനക്കാർ നീങ്ങിയ സമയത്ത് കടുവ ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. 3 തവണയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ആദ്യത്തെ ആക്രമണം ഒരു ജീവനക്കാരൻ ഷീൽഡ് വെച്ച് തടഞ്ഞു. രണ്ടാമത്തെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ ജീവനക്കാരന്റെ ഹെൽമറ്റ് തെറിച്ചുപോയി. സ്വയം രക്ഷാർത്ഥം, പ്രാണരക്ഷാർത്ഥം കടുവയ്ക്ക് നേരെ വെടി ഉതിർക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ കടുവ ചത്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്.